നമ്മളൊരു ഡ്രസ്സ് എടുത്താൽ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ വളർത്തുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ആദ്യം ഓർക്കുന്നൊരു കാര്യമുണ്ടല്ലേ, അയ്യോ അപ്പുറത്തെ വീട്ടുകാരെന്തു പറയും, നാട്ടുകാരെന്തു പറയും അല്ലേ? എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ വെക്കുന്നത്. അപ്പം നമ്മുടെ സന്തോഷത്തിനേക്കാൾ കൂടുതൽ നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കാണ്. എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ നോക്കിയിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്താ? നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവുമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. നമുക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്, എനിക്ക് എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം, ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി എനിക്ക് ജീവിക്കരുത്. ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന ചിന്ത മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന സിമ്പിളായിട്ടുള്ള 5 സ്റ്റെപ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വളർന്നൊരു കാര്യം എന്താ? എല്ലാവരും നിന്നെ നല്ല കുട്ടിയെന്ന് പറയണം. പ്രത്യേകിച്ചൊരു പെൺകുട്ടിയൊക്കെ വളരുമ്പോൾ നീ എങ്ങനെ സംസാരിക്കും, ഇങ്ങനെ വേണം സംസാരിക്കാൻ, ഇങ്ങനെ വേണം ഡ്രസ്സ് ചെയ്യാൻ, പിന്നെ അതുപോലെ ഫാമിലിയിലൊക്കെ എല്ലാവരും വരുമ്പോൾ ഇങ്ങനെ വേണം കേട്ടോ പെരുമാറാൻ. അപ്പം മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞാണ് നമ്മളെ തന്നെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ ട്രൈ ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, നമ്മൾ എത്ര നന്നായി ജീവിച്ചാലും എല്ലാവരെയും നമുക്ക് ഒരുപോലെ ഹാപ്പിയാക്കാൻ പറ്റില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവും. എന്നാൽ നമ്മൾ അവരുടെ വാക്ക് കേട്ട് നമ്മൾ മാറ്റി വെക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ്. അപ്പം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ കൊടുക്കുന്നത് നമ്മൾ എന്നാണോ അത് നിർത്തുന്നത് അന്ന് മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യവും സമാധാനവും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതിനു വേണ്ടിയുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്പോട്ട് ലൈറ്റ് ഇഫക്റ്റ് എന്ന് പറയും. അതായത് നമ്മളുടെ വിചാരം എല്ലാവരും നമ്മളെ തന്നെ നോക്കിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയല്ല. നമ്മൾ കരുതുന്നത് പോലെ ലോകം നമ്മളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ല. നമ്മൾ ഡ്രസ്സ് ചെയ്തത് ശരിയാണോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞത് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമോ? ശരിക്കും എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചും സങ്കടങ്ങളെക്കുറിച്ചും ഒക്കെ ഓർത്തിട്ട് അവർ ഓടുന്ന തിരക്കിലാണ്. ഇപ്പം നിങ്ങളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആ ഒരു പോയിന്റിൽ പറഞ്ഞിട്ട് അതവർ വിട്ടുകളയും. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ഇതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നത്? ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആരുടെ ഒപ്പീനിയനാണ് നമ്മൾ എടുക്കുന്നത്? നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെ ഒപ്പീനിയൻ എടുക്കാൻ പോയാൽ അതിൽ ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും വാക്കുകൾ ഒരുപോലെ നമ്മൾ വില കൊടുക്കരുത്. നമ്മളുടെ ജീവിതത്തിന് നമുക്ക് സത്യസന്ധമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ, നമ്മളുടെ നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന 2 അല്ലെങ്കിൽ 3 അങ്ങനെ ചുരുക്കം ആൾക്കാരുടെ ഒപ്പീനിയൻ നമ്മളെടുക്കുക. ചിലപ്പോൾ അത് നമ്മുടെ പാർട്ട്ണറാവാം, നമ്മുടെ പേരൻസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവാം. അപ്പോൾ അവരുടെ ഹെൽത്തി ആയിട്ടുള്ള ഒപ്പീനിയൻ നമ്മൾ എടുത്തിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അത് നമ്മൾ അനുസരിക്കണം എന്നല്ല, അത് നമുക്കൊരു ഇത് തരും, ഒരു ഡയറക്ഷൻ തരും. ഓക്കെ, ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടല്ലോ. അപ്പം അതല്ലാതെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സന്തോഷത്തിൽ അസൂയപ്പെടുന്നവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അതൊരു ചെവിട്ടി കൂടെ കേട്ടിട്ട് മറ്റേ ചെവിട്ടി കൂടെ കളയാന്നുള്ളതാണ്. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോ പറയാൻ പഠിക്കുക. എപ്പോഴും നമ്മൾ പറയുന്നതാണ്, ഗിൽറ്റില്ലാതെ നോ പറയുക. മിക്ക ലേഡീസിനുള്ളൊരു പ്രശ്നമാണ്, ഇല്ല എന്ന് പറയാനൊരു ഫിയറാണ്. അയ്യോ അവർക്ക് വിഷമാവോ, അല്ലെങ്കിൽ നമ്മൾ നോ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അഹങ്കാരമാണ്, അങ്ങനെ ചിന്തിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ് അല്ലേ. പക്ഷെ നമ്മളെപ്പോഴും ഓർക്കുക, വേറൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ മനസ്സമാധാനം കളഞ്ഞ് യെസ് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെയാണ് നോ പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ നല്ല എന്താ പറയുക, പീസ്ഫുള്ളായിട്ട് നല്ലൊരു റെസ്പെക്റ്റോടു കൂടി അവരോട് നോ പറയാൻ വേണ്ടി പഠിക്കുക. എനിക്കിപ്പം ഇത് ചെയ്യാനുള്ളൊരു ടൈമില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ അതല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ പ്രശ്നം? അത് നമുക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വാലിഡേഷൻ ഓരോ തീരുമാനം എടുക്കുമ്പോഴും വേറൊരാളുടെ വാലിഡേഷൻ എടുക്കുന്നത് നിർത്താം. അപ്പോൾ അതായത് നമ്മളൊരു തീരുമാനം എടുത്തു, ശരിയല്ലേ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതിന് പകരം നമ്മൾ അതധികം അങ്ങനെ നോക്കാതിരിക്കുക. ഇപ്പം നമുക്ക് വീട്ടിൽ ചെറിയൊരു ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ കോഴ്സിന് ചേരണം,
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ആൾക്കാരോട് ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ. അതിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ ആ കോഴ്സിന് എന്നാൽ പോകണ്ട അങ്ങനെ ഒരു തീരുമാനം എടുക്കും. അപ്പം കുറേ കാര്യങ്ങളിലൊക്കെ നമ്മൾ സ്വയം തീരുമാനം എടുക്കാൻ പഠിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്കാണ് നമ്മളെ നന്നായിട്ട് അറിയുന്നത് അല്ലേ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിപ്പം ഈവൺ ഇഫ് ഡിസിഷൻ എടുത്തിട്ട് തെറ്റിപ്പോയാലും കുഴപ്പമില്ല, അത് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കുകയുള്ളൂ. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം, പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫ് ലവും കോൺഫിഡൻസും ഉണ്ടാക്കാൻ നമ്മൾ തുടങ്ങുക. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക. നമ്മളെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ പിന്നെ വേറെ ആരെങ്കിലും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുമോ? അപ്പം നമുക്കുള്ള വീക്ക്നെസ്സും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക, നമ്മുടെ സന്തോഷങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് അത് സെൽഫിഷ് നേച്ചറൊന്നുമല്ല. അതുപോലെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ടൈമിൽ. നാളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ പേടിച്ചിട്ട് ഞാൻ അത് ചെയ്തില്ല, ഇയാളെ പേടിച്ച് ഇത് ചെയ്തില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിച്ച് കഴിഞ്ഞാൽ അതവിടെ ആ വിഷമം മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരെ പേടിച്ചിട്ട് ജീവിക്കുന്ന നിങ്ങളൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.